ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാ 360 1R എന്ന് പറയുന്നൊരു ആക്ഷൻ ക്യാമറയാണ്. അതിൻ്റെ തന്നെ ഒരു ടിൻ എഡിഷനാണ് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ടിൻ എഡിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ രണ്ട് ലെൻസുകൾ അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഒരു 4K മോഡും പിന്നെ ഒരു 360 മോഡും, അങ്ങനെ സെപ്പറേറ്റ് രണ്ട് ലെൻസുകൾ അവൈലബിൾ. നമുക്കിപ്പോൾ ഗോപ്രോ പോലെ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് 4K മോഡിൻ്റെ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഗോപ്രോ കൂട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റാ 360 1R ക്യാമറ കാണാം. അപ്പോൾ അത് തന്നെ ഒരു 4K മോഡലാണ് അത് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്നത് അതിൻ്റെ 360 ലെൻസാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ബാറ്ററി, റിമൂവബിൾ ബാറ്ററി, ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാമറയുടെ ഭാഗങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ എന്തൊക്കെ അക്സസറീസ് അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അക്സസറീസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ടൈപ്പ് സിയുടെ ഒരു കേബിളാണ്, അത് ചാർജിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് സി USB കേബിള്. പിന്നെ ഒരു മൗണ്ടിങ് ബ്രാക്കറ്റും കൂടി കിട്ടുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ക്യാമറ സെൽഫി സ്റ്റിക്കിലും ഹെൽമെറ്റിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ മൗണ്ടിങ് ബ്രാക്കറ്റ് നമുക്ക് വേണം. അല്ലാതെ ക്യാമറയിൽ നമുക്ക് ഇത് മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ മൗണ്ടിങ് ബ്രാക്കറ്റിൽ ഇട്ടിട്ടാണ് നമ്മളിത് സെൽഫി സ്റ്റിക്കിലൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ ഒരു ലെൻസ് ക്യാപ്പ്, ഒരു 360യുടെ ഒരു സ്ക്രാച്ച് ഒന്നും വിചാരിക്കാനായിട്ട് ഒരു ലെൻസ് ക്യാപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ മൗണ്ടിങ് ബ്രാക്കറ്റ്സിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അതിൽ വരുന്നത് ഒരു ക്ലീനിങ് ക്ലോത്ത് വരുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാ 360യുടെ തന്നെ ഒരു സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വാറണ്ടി ഇൻഫർമേഷൻ, യൂസർ മാനുവൽ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാക്കിയതിനകത്തുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ബോക്സിനുള്ളിൽ ഇതിനകത്ത് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ബോക്സിനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇപ്പോൾ ഇതൊരു 4K മോഡിലാണ് വന്നത്. അപ്പോൾ ആ ലെൻസ് ഊരി മാറ്റിയിട്ട് നമുക്ക് 360 മോഡിൻ്റെ ലെൻസ് നമുക്ക് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ഇതിൻ്റെ ആ ഒരു മെയിൻ ഭാഗത്തിന്, അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് വയ്ക്കുന്ന ഭാഗത്തിന് അതിൻ്റെ പറയുന്ന പേരാണ് അതിൻ്റെ കോർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഡിസ്പ്ലേ കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേ നമുക്ക് തന്നെ ഇപ്പോൾ നമ്മൾ 4K മോഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ഏത് വശത്ത് കിട്ടും. നമുക്ക് സെൽഫി മോഡിൽ വേണേലും അല്ലാതെ തിരിച്ച് വേണേലും നമുക്ക് ഏത് വശത്ത് വേണേലും നമുക്ക് ഡിസ്പ്ലേ എങ്ങനെ വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു 1 ഇഞ്ച് മോഡും കൂടി കമ്പനി ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ആ ലെൻസ് അവൈലബിൾ അല്ല. ആ ലെൻസിന് അത്യാവശ്യം വിലയുണ്ടെന്ന് തോന്നുന്നു, ഒരു 23,000 അതിൻ്റെ അടുത്ത് വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 1 ഇഞ്ച് മോഡെന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻസറും കുറച്ചും കൂടെ വലുതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് ഒരു 5.3K ആണ് ഇതിൻ്റെ ഈ 1 ഇഞ്ച് മോഡിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ലോ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ലോ ലൈറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമുക്കിനിയിപ്പം ആ ലെൻസ് മാത്രം നമുക്ക് വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ ഈ ലെൻസ് വാങ്ങിച്ച് നമുക്ക് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ക്യാമറ ഫുള്ളായിട്ട് വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ ഫ്യൂച്ചറിൽ അവർ ഒരു 1 ഇഞ്ച് സെൻസറിൻ്റെ ഒരു 360 മോഡ് ലെൻസ് ഇറക്കുകയാണെങ്കിൽ നമുക്ക് ആ ലെൻസ് മാത്രം വാങ്ങിച്ചാൽ മതി. നമുക്ക് ഒരു ക്യാമറ ഫുള്ളായിട്ട് നമുക്ക് വാങ്ങിക്കേണ്ട. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു അപ്ഗ്രേഷൻ. ഇപ്പോൾ ഇൻ കേസ് ഒരു ലെൻസിന്, ഇപ്പോൾ 360യുടെ ലെൻസിന് നമുക്കൊരു സ്ക്രാച്ച് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാർട്ട് മാത്രം നമുക്ക് മാറാം. നമ്മൾ ഫുള്ളായിട്ട് സർവീസിന് ഇടേണ്ട കാര്യമില്ല. നമുക്കൊരു പാർട്ട് മാത്രമായിട്ട് നമുക്കൊരു റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്ക് ഈ 1 ഇഞ്ച് സെൻസറും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മൾ ഇനി ഭാവിയിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിച്ച് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ 4K മോഡിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് 360 മോഡ് വരുമ്പോൾ ഒരു 5.7K ആണ് ഇതിൻ്റെ 360 മോഡ് വരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, 360 1Rൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുവഴിയാണ് നമുക്ക് ഇതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഭയങ്കര നല്ല കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ എഡിറ്റിങ് ചെയ്യുമ്പോഴാണ്. നമുക്കിപ്പം ഒരു 360 വീഡിയോ നമ്മളിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റൈഡിങ്ങിന് പോകുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഈ 360യിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിന്നീട് അത് ഏത് മോഡിൽ വരെ, ഇപ്പം നോർമൽ ഒരു മോഡിലോട്ട് വേണമെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒരു സംഭവം പോലും നമ്മൾ മിസ്സായി പോകുന്നില്ല. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ഫ്രെയിം ഒന്ന് താന്നു പോയി പൊങ്ങിപ്പോയി അങ്ങനെയൊക്കെ ചെയ്താൽ പോലും നമുക്ക് അത് എഡിറ്റിങ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു 360 നമുക്ക് ഉപയോഗിക്കുമ്പോഴുള്ളൊരു ഗുണം. അപ്പോൾ ഒരു ഗോപ്രോനെ വെച്ച് നോക്കാൻ നേരത്തും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ വിലയ്ക്ക് ഒരു 2 മോഡ്, ഇപ്പോൾ ഗോപ്രോ മോഡും ഒരു 4K മോഡും കിട്ടുന്നുണ്ട്.
പിന്നെ ഒരു 360 മോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെയല്ല നമുക്ക് ലെൻസ് മാറ്റി മാറ്റി ഉപയോഗിക്കാം. പിന്നീട് നമുക്കൊരു 1 ഇഞ്ച് സെൻസറിൻ്റെ ഒരു അപ്ഗ്രേഡേഷൻ വേണമെങ്കിൽ കുറച്ചും കൂടി ലോ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 1 ഇഞ്ച് സെൻസറാണ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ലെൻസ് മാത്രം പിന്നീട് വാങ്ങിയാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വൈഡ് ആംഗിൾ നമുക്കൊരു 4K വരെ ഷൂട്ട് ചെയ്യാം. പിന്നെ 360 ആണെങ്കിൽ റെസൊല്യൂഷൻ വരുന്നത് ഒരു 5.7K ആണ് 360യുടെ റെസൊല്യൂഷൻ വരുന്നത്. പിന്നെ ഇത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, പക്ക ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. പിന്നെ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് 5 മീറ്റർ വരെ ഇത് വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻവിസിബിൾ സെൽഫി സ്റ്റിക്ക് ഉണ്ട്, പക്ഷേ നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ലത്, നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. പിന്നെ വരുന്നത് ഒരു ഫേസ് ഫ്രെയിം, ഓട്ടോ ഫ്രെയിം നമ്മൾ ട്രാക്ക് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മൾ 360 വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈപ്പർ ലാപ്സ് ഉണ്ട്. പിന്നെ വരുന്ന വോയിസ് കൺട്രോൾ ഉണ്ട്. പിന്നെ ഇതിൻ്റെ HDR വീഡിയോയും ഫോട്ടോയും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നൈറ്റ് മോഡും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സൊക്കെ ആയിട്ട് പറയാവുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 43,500 രൂപയാണ് ഈ ടിൻ എഡിഷൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ നമുക്കിതിപ്പം ലോക്കൽ ക്യാമറ ഷോപ്പിലും എല്ലായിടത്തും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഇതിനൊരു 4 ഓപ്ഷനിൽ നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ 4K മോഡിൽ നമുക്കിത് അവൈലബിൾ ആണ്, 360 മോഡിൽ അവൈലബിൾ ആണ്, പിന്നെ നമ്മൾ വാങ്ങിച്ച ടിൻ എഡിഷൻ, പിന്നെ 1 ഇഞ്ച് സെൻസറിൻ്റെ എഡിഷൻ, അങ്ങനെ 4 എഡിഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് 360 മാത്രം മതിയെങ്കിൽ നമുക്ക് ആ ഒരു എഡിഷനിലോട്ട് അത് മാത്രം വാങ്ങിച്ചാൽ മതി. പിന്നീട് നമുക്ക് 4Kയുടെ ലെൻസും കൂടെ പിന്നീട് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പം 360 മോഡിനാകുമ്പോഴത്തേക്കും ഇത്ര വില വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഫുൾ വർക്കിംഗ് കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് അൺബോക്സ് ചെയ്തേ ഉള്ളൂ. പിന്നെ 2 ചെറിയ സാമ്പിൾ വീഡിയോകളൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്യാമറയിൽ നിന്ന് നേരെ എടുത്തിട്ടിരിക്കുന്നതാണ്, കാരണം ഗ്രേഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് 2 വീഡിയോ, കാരണം സെറ്റിങ്സ് പോലും മാറ്റിയിട്ടില്ല, ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന സെറ്റിങ്സിലാണ് വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം.